തമ്മിൽ നിലപാടുകൾക്ക് വേണ്ടി മുസ്ലിം ലീഗ് ഒഴികെയുള്ള മറ്റ് പാർട്ടികളൊക്കെ ചർച്ച നടത്തുമെന്നാണ് അദ്ദേഹം പറയുന്നത്. മുസ്ലിം ലീഗ് ഒഴികെയുള്ള മറ്റ് പാർട്ടികളുമൊക്കെ ചർച്ച നടത്തും എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞു. ലീഗ് ഒഴികെയുള്ള മറ്റ് പാർട്ടികളൊക്കെ ചർച്ച നടത്താൻ താല്പര്യമുണ്ട്. ഞങ്ങൾ അതിലേക്ക് പോയില്ലല്ലോ. നമ്മൾ SNDP NSS ഐക്യത്തെ പറ്റി ആണ് ഇപ്പോൾ പറയുന്നത്. SNDP NSS ഐക്യം, അതായത് ഹിന്ദു സമുദായത്തിൽ പ്രബല സമുദായങ്ങളാണ് SNDP NSS. അവർ തമ്മിൽ യോജിക്കേണ്ടത് ഈ കാലഘട്ടത്തിലെ ആവശ്യമാണ്. അത് വെള്ളാപ്പള്ളി നടേശൻ അത് ഉന്നയിക്കുന്നു. അതിനെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു. അതിൻ്റെ ഔദ്യോഗിക ബാക്കി കാര്യ തീരുമാനങ്ങളൊക്കെ പിന്നീടുണ്ടാവും. ഈ കഴിഞ്ഞ ദിവസത്തെ പ്രസ് മീറ്റിനെ തുടർന്ന് ഒരു വിശദീകരണ കുറിപ്പ് കൂടി അങ്ങ് ഇറക്കിയിരുന്നു. അതൊരു സതീശനെതിരായ നിലപാടല്ല ഈ ഐക്യം എന്നൊക്കെ ചോദിക്കാൻ. അതല്ല, സതീശന് എന്തിനാ ഇത്ര വലിയ ഉയർത്തി കാണിക്കേണ്ട കാര്യം? അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു, SNDP NSSുമായിട്ടുള്ള വിഷയത്തിൽ ഈ സതീശ് അല്ല, അങ്ങനെയാണ് അവിടെ KPCC പ്രസിഡന്റില്ലേ, അവരെ തന്നെ അവരെ അല്ലേ ഉയർത്തേണ്ടത്. ഇയാളെ എത്ര പൊക്കി പോയി കാണിക്കേണ്ട കാര്യം തന്നെ. അയാളുടെ സതീശനും വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായരും കൂടെ ഉള്ള പ്രശ്നമാണ് എന്ന് അങ്ങനെയൊന്നും ആർക്കും ആളാകണ്ട. എന്നിട്ട് അയാൾ പറയും വർഗീയത പറയുന്നു. ആരെ വർഗീയതയ്ക്ക് പോകുന്നു? ഞങ്ങളാരും പോയിട്ടില്ല വർഗീയതയ്ക്ക്. പക്ഷെ അവരൊക്കെ സൗകര്യം പോലെ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി അവർ വർഗീയത കാണിക്കുകയും അതിന് വേണ്ടതായ കരുക്കൾ ഇണക്കുകയും ചെയ്തിട്ട് ഈ ഞങ്ങളുടെ സ്ലോഗൻ ഇതാണ് വർഗീയത എന്ന് പറയും. അവർ ഞങ്ങളുടെ കൂടെ അപ്പുറത്തും ഇപ്പുറത്തുമായി. അതിന് ഞങ്ങളുടെ അങ്ങനെ വരാറായില്ല സതീശൻ. കോൺഗ്രസ്സുകാർ ആ തീരുമാനിച്ച് കാണിക്കായിരിക്കും സതീശൻ പറഞ്ഞോളാം. അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല പറഞ്ഞു ഞങ്ങളുടെ ഔദ്യോഗിക എൻ്റെ പാർട്ടിയുടെ തീരുമാനമാണ് പറഞ്ഞില്ല. ആയിക്കോട്ടെ, രമേശ് ചെന്നിത്തല അങ്ങനെ പറയണേ, അതൊക്കെ ആയിക്കോട്ടെ, കുഴപ്പമൊന്നും. ഈ കഴിഞ്ഞ പ്രസ് മീറ്റ് കഴിഞ്ഞ സാറേ, അതുമായി ബന്ധപ്പെട്ട് അനുനയിക്കോ ചർച്ചകളൊക്കെ പ്രത്യേകിച്ച് കൊടുക്കുന്ന സുരേഷൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് മറ്റേതെങ്കിലും കോൺഗ്രസ്സുകാരൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു? അതെ, ഈ വാർത്താസമ്മേളനത്തിന് നീക്കങ്ങൾ പോലും നടത്തിയിരുന്നു കോൺഗ്രസ് ചർച്ചകൾ. ഈ കൊടുക്കുന്ന സുരേഷ് MP വന്ന് തിരിച്ചുപോയി, പിന്നെയും തിരികെ വന്നു. അല്ലല്ല, അത് ഞാൻ കണ്ട കാര്യമല്ല പറഞ്ഞത്. കൊടുക്കുന്ന സുരേഷ് വന്നു തിരിച്ചു പോയി എന്നൊക്കെ ഇവിടെ ചാനലുകാരെ അവിടെ ഒന്നും ഉണ്ടായിരുന്നു. അവരിൽ നിന്നൊക്കെ പറഞ്ഞ് കേട്ടതാണ്. പിന്നെ ഈ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടു പോയതായിട്ട്. എന്തോ ഇല്ല, അദ്ദേഹം എന്നെ വിളിച്ച് പറഞ്ഞു, ഞാൻ ഇന്ന് മറുപടി പറഞ്ഞു എന്ന് പറഞ്ഞു. ഇങ്ങനെ നടന്നു എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പോകുമ്പോൾ അവരിങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു. ഈ സതീശനെ പിന്തുണ കുറെ കോൺഗ്രസ്സുകാർ കൊടുത്തല്ലോ സാർ, അതിനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അത് കോൺഗ്രസ്സുകാർ വിലയിരുത്തല്ല സാർ, ഞാനെന്തിനാണ് പറഞ്ഞു. സതീശന് ഇവിടെ വലിയ ഉമ്മാക്കിയൊന്നുമല്ല. ചുമ്മാ മനുഷ്യൻ പറഞ്ഞ് കോൺഗ്രസ്സുകാർ പറഞ്ഞ് പെരുപ്പിക്കുന്നതല്ല. ഈ ഐക്യ ചർച്ചകൾ നടത്തുമെന്ന് പറയുമ്പോഴും അതിന് ചുമതലപ്പെടുത്തിയിരിക്കുന്നു NDA പോലൊരു ഘടകകക്ഷിയുടെ ആളായിട്ടുള്ള തുഷാർ വെള്ളാപ്പള്ളിയാണ്. അതിനെ എങ്ങനെയാണ് നോക്കുന്നത്? അല്ല, അതൊന്നും എനിക്കറിയാൻ പറ്റില്ല. അദ്ദേഹം ആരെ ഏർപ്പെടുത്തിയതെന്ന് അറിയാൻ. ഇന്നിപ്പോൾ ചാനലിൽ കണ്ടു, പിന്നെ ഈ തുഷാർ വെള്ളാപ്പള്ളി അല്ലേ അതിനൊന്ന് കണ്ടു. അപ്പോൾ NDA അങ്ങനൊന്നുമില്ല. ഞാൻ തുഷാരപ്പള്ളി വെള്ളാപ്പള്ളി നടേശൻ്റെ മകനായിട്ടേ കാണുന്നു. പൊതുവെ പലരും ചൂണ്ടിക്കാണിക്കുന്ന ചില വിമർശനങ്ങൾ, ഈ KM ഷാജിയെ പോലുള്ള നേതാക്കൾ നടത്തുന്ന ചില പരാമർശങ്ങൾ, മതമാണ് പ്രധാനം എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ, അതാരും വിമർശിക്കുന്നില്ല. അതേസമയം വെള്ളാപ്പള്ളി പറയുന്നതും അതിനെ വലിയ വർഗീയതയെ ചൂണ്ടിക്കാണിക്കുന്നതും. അല്ല, അവരാരും ഞങ്ങളെ വിമർശിക്കുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ വിമർശിക്കുന്നില്ല. ഞങ്ങളെ അവരാരും വിമർശിക്കുന്നില്ല. വിമർശിക്കപ്പെടുന്നവർ വേറെ ഉണ്ട്. അവർ തമ്മിൽ പറഞ്ഞോട്ടെ. അത് പാടില്ല എന്നുള്ളതാണ്. അങ്ങനെയുള്ള വിമർശനങ്ങൾ പാടില്ലാത്തതാണ്. ഇരുകൂട്ടരുടെ ഭാഗത്തുനിന്ന് ഓരോരുത്തരുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഉണ്ടാകാത്ത. അതാണല്ലോ ഞാൻ പറഞ്ഞത് നേരത്തെ. വെള്ളാപ്പള്ളിയോടുള്ള സമീപനം, നടേശനോടുള്ള സമീപനം കുറച്ചുകൂടെ മര്യാദയോടുകൂടി വേണം. രാഷ്ട്രീയക്കാരെന്നാണ് പറഞ്ഞത്, അല്ലാതെ സതീശൻ്റെ പേരല്ല പറഞ്ഞത്. പിന്നെ എന്നാ
സതീശനെ പിടിച്ച് അവിടെ വെക്കേണ്ട കാര്യം രാഷ്ട്രീയക്കാരുടെ സമീപനം എന്ന് ഞാൻ പറഞ്ഞു അന്ന്. അതിപ്പോഴും നോക്കിയാൽ അറിയാം.